പക്ഷേ ആവശ്യം നേരത്തെ ഈ ദോശക്കല്ല് നല്ലപോലെ റെഡി ആവൂല, അല്ലെങ്കിൽ കാണാം പിന്നെ പണി തന്നിക്കണ ആമിയെ. നമ്മളെ ദോശക്കല്ല് ഒന്ന് പുതിയതൊന്ന് വേഗിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത് വാങ്ങിക്കൊണ്ടില്ല. ദോശക്കല്ല് ഇന്നും പണി പറ്റിച്ച് തോന്നണില്ലേ? ഇക്കാനോട് ഞാൻ പറഞ്ഞതാണ് ഒരു ദോശക്കല്ല് കൊണ്ടുവന്നേരിന്നുള്ളത്. എവിടെ കേൾക്കണ്? ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോ പറയും ഞാൻ കൊടുന്നേരാന്ന് പറയും. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ പറയും മറന്ന് നാളെ കൊടുന്നേരാന്ന്. നാളെ 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 എന്ന് പറഞ്ഞ് ലോട്ടറി എടുക്കണ മാരിക്കായി. രാവിലെ കിട്ടുന്ന അടുക്കളയിൽ മെനക്കിടുന്നത് നമ്മൾ രണ്ടാളുമാണ്. ഒരിക്കലും നേരത്തിന് ടേബിൾ മേക്കട് കിട്ടിയാൽ മതി. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്ക മറന്നതാവോ, വേറൊന്നും ഉണ്ടാവൂല. ഇമ്മാനോടാണെങ്കിൽ പറയാൻ പറ്റുമോ? ഇമ്മയെന്നുണ്ടെങ്കിൽ നമ്മളെ മാപ്പിളാരെ പറ്റിങ്ങാണ്ട് എന്തെങ്കിലും കേൾക്കാൻ കാത്തിക്കണം. പിന്നെ അയിമ ചെല്ലിങ്ങാണ്ട് ഓരോന്ന് പറഞ്ഞുങ്ങാണ്ട് നിൽക്കും. ഇതിപ്പോ ഇതിമ്മ കളിച്ചിന്ന് നേരം വെക്കുന്നാ തോന്നണത്. ഇപ്പൊ ഷാം വരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവർക്കാണെങ്കിൽ നേരത്തിന് ചായ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ ഇപ്പൊ ഇവിടെ വെറുതെ ഉതപ്പളക്കും. ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഫാസിലാക്കാനോട്, കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് രാവിലെ പോകുമ്പോ പറയും, വൈകുന്നേരം വരുമ്പോ പറയും എന്നോട് മറന്നിക്കണ് എന്നുള്ളത്. അതന്നെയാണ് ഇമ്മാന്റെ തള്ളേനെ ചീത്ത കേൾക്കാനേ നമുക്ക് ഈ ദോശക്കല്ല് നല്ല വക ഉണ്ടാക്കി തരുന്നുണ്ട്. എവിടെ ഈ രണ്ട് പെണ്ണുങ്ങള്? നേരെ എത്ര ആയിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി ചായന്റെ വള്ളൊക്കെ കിട്ടിയിട്ടില്ല. എവിടെ പോയി കെടുക്കാണ് ഇത് രണ്ടും? ഫാത്തിമ, ആമിന, എന്താ പെണ്ണുങ്ങളെ നിങ്ങൾ അടുക്കളയിൽ കിടന്ന് ഉറങ്ങുകയാണോ? നേരെ എത്ര ആയി? ഇന്റെ ഷാമോന് ഇപ്പൊ ഓഫീസിൽ പോവാൻ നേരായി. ഇതുവരെ ചായയും കടിയൊന്നും റെഡി ആയിട്ടില്ലേ? ഇക്കാന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇതുവരെ ആരും കൊടുന്നും തന്നിട്ടില്ല. എന്തെങ്കിലും ഒച്ചപ്പാടൊന്നും അതിൻ്റെ ഉള്ളിൽ കേൾക്കാത്തത്? ആമിയെ ഉമ്മ അത് വിളിക്കണ്. ഈ ചായ എടുത്തുകൊണ്ട് ഉമ്മാക്കോണ്ട് കൊണ്ടുപോയി കൊടുക്ക്. ഇല്ലാന്നുണ്ടെങ്കിലേ ഇന്നത്തെ ദിവസം നമ്മൾ രണ്ടാൾക്കും പോക്കാവും. അല്ലെങ്കിലോ ഇവിടെ നിൽക്കാൻ തലക്കൊരു സുഖമില്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞൊരു കാര്യമില്ല. ഈ ഒന്ന് കൊണ്ടുപോയി കൊടുക്കും വേഗം. ആയിക്കോട്ടെ. ആമിയ ചായ കൊണ്ടുപോകുമ്പോളേ അതിൽ നല്ല മധുരം ഉണ്ടോ നോക്കിക്കട്ടാ. ഷുഗറുള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മധുരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പിന്നെ ഒരു പരാതിയായിട്ട് മാറും. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം പോക്കാവും. ഈ ചെല്ല് ഇങ്ങോട്ട് നോക്കി എപ്പോഴാണാവ ഈ ദോശ ആയി കിട്ടല്? ചട്ടീന്ന് തീരെ കിട്ടണില്ലേ? ഞാൻ എന്താ ചെയ്യാണോ? മധുരമൊക്കെ ഉണ്ട് താത്ത, അതൊക്കെ ഞാൻ നോക്കിയേക്കണ്. നമ്മളമ്മാന്റെ സ്വഭാവം പിന്നെ നമുക്ക് അറിയാല. എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളതേ ഒരിക്കലും പറയില്ല. ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയല്ലേ നമ്മള്. എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ, അടുത്ത വിളി വരുമ്പോത്തിന്. എൻ്റെ പൊന്നു ദോശക്കല്ലേ, ആളെ ചീത്ത കൊള്ളിപ്പിക്കാനുള്ള പരിപാടി എടുക്കല്ലേ ഈ നല്ലപോലെ നാവ്. ഞങ്ങളെ കെട്ടിയന്മാർക്കും നേരത്തിന് ചായ കിട്ടിയില്ലേലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങളെ അമ്മായിമാക്കേ ഒരു പുന്നാര മോനുണ്ട് ചെറിയ. അവനക്ക് നേരത്തിനും കാലത്തിനും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അമ്മായിമേ ഞങ്ങളെ ഉപ്പിലിട്ടേക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് നല്ലപോലെ ആവ് ദോശക്കല്ലേ. ഒന്നല്ലെങ്കിൽ കുറെ കൊല്ലായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഇല്ലേ ഈ അടുക്കളയിൽ ഈ ഇല്ലേ? ഞങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കി കൂടെ? രണ്ട് മരുമക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നേരത്തിനും കാലത്തിനും ഈ പേരയിൽ നല്ലപോലെ തിന്നാൻ കിട്ടൂല. ഇമ്മ ചായതാ. കൊടുന്നാ ഞാൻ വിചാരിച്ച് ഉച്ചായിട്ടുണ്ടെങ്കിലൊക്കെ ചായ കിട്ടൂല എന്നുള്ളത്. ഇങ്ങോട്ട് കാട്ട്. ഫാത്തിമാത ദോശ ചൂടുണ്ട്, നേരം വൈകിട്ടില്ല. പിന്നെന്നുണ്ടെങ്കിലേ നമ്മളെ ദോശക്കല്ലേ ദോശ കിട്ടണില്ല. ഇന്ന് എത്ര നല്ലപോലെ നോക്കിയിട്ടും ഉള്ളി ഒരുത്തി നോക്കി, കോഴിമുട്ട പൊരിച്ചു നോക്കിയതിൽ എന്നിട്ട് ദോശക്കല്ല് ശരിയായി കിട്ടണില്ല. നിങ്ങൾ ഈ ചായ കുടിക്ക്. ഇതെന്ത് ചായയാണോ അത കാടി വെള്ളം? രണ്ടെണ്ണത്തിനും ഒന്നും നല്ലപോലെ ഉണ്ടാക്കാൻ നിശ്ചയല്ലോ. കഷ്ടം. ആ പാത്തിന് ഇന്നും ചീത്ത കിട്ടുന്നാ തോന്നുന്നത്. ഇമ്മാക്ക് എങ്ങനെ ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഇന്റെ ഷാമോൻക്ക് കൊണ്ടുവരുന്ന പെണ്ണുണ്ടല്ലോ, ഇങ്ങളെ രണ്ട് പെണ്ണുങ്ങളെ പോലെ തന്നെ ആവൂല. നല്ല തറിവാടുത്തും നല്ല അന്തസ്സും നല്ല ഭംഗിയുള്ള പെൺകുട്ടിനെ എന്റെ ഷാമോൻക്ക് കിട്ടുള്ളൂ. ഇത് രണ്ട് മക്കൾക്കും കിട്ടി രണ്ടെണ്ണത്തിന.
എന്താണ് രാവിലെ തന്നെ ഒരു ഒച്ചമുടി? ആ 2 പെൺകുട്ടികളും രാവിലെ തന്നെ അടുക്കളയിൽ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നേരത്തിന് ഭക്ഷണം കിട്ടുന്നത്. ആഹാ, വന്നല്ലോ എന്റെ മൂത്ത പുത്രന്. ഇജന്റെ ഇളച്ചിന് താങ്ങാൻ വരണ്ട ഫഹദ. നേരെ ചൊവ്വ പണിക്കും പോവാതെ ഓന് എന്റെ ഷാമോന് നയിച്ചു കൊണ്ടിരുന്നതേ ഇരുന്ന് തിന്നാൻ മാത്രം എനിക്ക് പറ്റുള്ളൂ. എനിക്ക് വേറെ ഒന്നിനും പറ്റൂല. എന്നിട്ട് ഓന് ഇളച്ചിനെ താങ്ങാൻ വന്നിക്കണം. ആമിന, ചായ എടുത്തുവച്ചാ. ഞാൻ ടൗണിലാ പണി, നേരത്തെ പോണം. ആയിക്കാ, ഞാൻ ഇപ്പൊ കൊടുന്നേരാം. ആഹാ, വന്നല്ലോ എന്റെ അടുത്ത മഹാഭാഗ്യവാനി കൂലിപ്പണിക്കാരൻ. ഇജേ അന്റെ അഞ്ജനെ ഷാനിനെ കണ്ടു പഠിക്ക്. ഓന് നല്ല ബിസിനസ് ഒക്കെ കൊണ്ടടന്ന് നല്ലൊരു മെച്ചത്തിലെത്തി. ഈജ് ഇപ്പോഴും മണ്ണും ചുമന്ന് ഇങ്ങനെ നടന്നോ? ഇതൊക്കെ എന്റെ വയറ്റിലെന്നെ വന്ന് പിറന്നല്ല. അമ്മ, ഞാൻ ചോല നീരാക്കി പണിക്കണി, എന്താ അന്തസ് കുറവങ്ങൾ പറയണേ? താത്ത എന്തായി? ദോശ റെഡിയായ? ഫാസിലാക്കേ പണിക്കാൻ വേണ്ടി ഇറങ്ങിക്കണ്. ചായ ചോദിക്കണ്ട്. ആ അമ്മയെ റെഡി ആയിക്കണേ. ഒരു വിധം മളെ ഞാനേ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഫയദ് കാക്കാനോട് പറയണം ഒരു ദോശക്കല്ല് കൊടുന്നരാന്. അല്ലാതെ ശരിയാവൂല മോളെ. ഇതിപ്പോ നമ്മളെ ആണുങ്ങളാർക്കേ ഈ ദോശ കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മളമ്മക്ക് കൊടുക്കുമ്പോഴായിരിക്കും ഞമ്മക്ക് കേൾക്കല്. അപ്പൊ കേൾക്കാം നമുക്ക് നമ്മളമ്മമാരെ തൊള്ളയിൽ കിടക്കണത്. പിന്നെ അത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് വലിയ വിഷയം ഇല്ലാതായിക്കണ്. ഈ മേഘെടുത്ത് കൊണ്ടുപോയി കൊടുത്താളത് ക്ലാസ്സിന്. ഞാൻ ആരെ മുന്നിൽ കൈ നീട്ടണമെന്നില്ലല്ലോ. എൻ്റെ ഉമ്മാക്കും ഭാര്യക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കണമെങ്കിൽ എന്തിനാ അഭിമാനക്കുറവ്? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ന്യായം കുറച്ച് കൂടുതലാണ്. അതിലൊന്നും ഒട്ടും കുറവില്ല. ഓൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഓൻ കഷ്ടപ്പെടുന്ന ഉമ്മ എങ്ങനെയാ നാണം കെടുന്നത്? എന്താ പോണം നിർത്തം. മാപ്പിളിനെല്ലാം കലക്ടറിന്റെ പണിക്ക് പറഞ്ഞയക്കണമായിരിക്കാണ്. ഒരു ചായയും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണത് ഒട്ടും ശരിയാവില്ലല്ലോ. ആമിന, ഈ ജോൻ ഇങ്ങനെ ചായ കുടിക്കണത് ഇങ്ങനെ നോക്കി നിൽക്കണ്ട. ഓൻ ചായ കുടിച്ചാണ്ട് ഓൻ നീച്ച് പണിക്ക് പോയിക്കോളും. ഇജ് അടുക്കളയിൽ വല്ല പണി ഉണ്ടെന്നുണ്ടെങ്കിലേ അത് എടുക്കാൻ പോയി നോക്ക്. എല്ലാന്ന് ഓൻ ഇങ്ങനെ ചായ കുടിക്കണത് നോക്കി നിൽക്കുക. പിന്നെ എനിക്ക് മതി, ഇതെടുത്ത് വെച്ചാളാ. അമ്മ, ആമിന, ഞാൻ പോവാ. ഹലോ, ഓക്കെ ഓക്കെ, ഞാൻ വന്നിട്ട് നോക്കാം. ആഹാ, ഇന്റെ കുട്ടി കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്നാ. ഫാത്തിമാത്ത, ചായ മേം കിട്ടി അത്രയും നന്നായിരുന്നു. കോളേജിൽ പോവാനേ ലൈറ്റ് ആയിക്കണ്. ആ റാണി ഇപ്പൊ കൊണ്ടുവര ചായ. മേണ്ട് കൊടുന്നു കൊടുക്കാൻ നോക്ക്. ഇജിങ്ങനെ ആടിപ്പാടി കൊഞ്ഞു വരുമ്പോത്തിനെ എന്റെ ഷാമോൻക്കും റാനിമോൾക്കും കോളേജിൽ പോവാനും ഓഫീസിൽ പോവാനും നേരം വെക്കും. വേണ്ട കൊടുന്നേക്ക് ടേബിൾ മേല്. ആ അമ്മ ഇപ്പൊ കൊടുന്നേരാ. ഫാത്തിമാത്ത, ഇമ്മാന്റെ ഷാനിനോടുള്ള സ്നേഹം കണ്ടാ തോന്നേ നമ്മളെ മാപ്പിളാരൊക്കെ ഇമ്മ ദത്തെടുത്തതാണ് എന്നുള്ളത്, ഷാനിനെ മാത്രം പ്രസവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ദേഷ്യം വരികയാണ് എന്നും ഈ വീട്ടിൽ ഷാമോനി ഷാമോനി ഷാമോനി. നമ്മളെന്താ വലിഞ്ഞു കയറി വന്ന പെണ്ണുങ്ങളെ മാരിക്കാണ് ഇമ്മാന്റെ വർത്താനം. പറ്റി ഇമ്മ കേൾക്കണ്ട. എന്നാ പിന്നെ നാളെ തന്നെ നമ്മളെ പെരയെ കൊണ്ടാക്കും. എന്ത് ചെയ്യാനാണ്, നമ്മളെ വീതി. വേറെ എന്താ പറയല്? പെണ്ണ് കാണാൻ വന്നപ്പോഴേ
ഭയങ്കര സ്നേഹമാണ്. എൻ്റെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. മക്കൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇമ്മാൻ്റെ പ്രവൃത്തി കാരണമാണ് മക്കൾ ഇങ്ങനെ ആവുന്നത്. രണ്ടിട്ട് കാട്ടലേ ഉമ്മക്ക് കുറച്ച് കൂടുതലാണ്. എന്ത് ചെയ്യാനാ, നമ്മൾ വന്നു കയറി മരുമക്കളല്ലേ. വന്നു കയറി മരുമക്കളാകുമ്പോഴേ ഇതല്ല ഇതിൻ്റെ അപ്പുറം കേൾക്കേണ്ടി വരും. പിന്നെ അതല്ല, കുറച്ച് മുതലുകൾ കുറഞ്ഞു കൊടുത്തുന്നാണെന്നുണ്ടെങ്കിലേ പറയും വേണ്ട. അതിൻ്റെ പുറമേ നമ്മൾ മാപ്പിളാർക്കേ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും വേറെ ആയിരിക്കും. വെറുതെയാണ് മക്കളെ രണ്ടിട്ട് കാട്ടൂല എന്നൊക്കെ പറയണത്. മക്കളെ രണ്ടിട്ട് കാട്ടുന്നുള്ളതേ നമ്മൾ ഈ കുടുംബത്തിൽ വന്നതിൻ്റെ ശേഷം കണ്ടില്ലേ. ഞാൻ എന്തായാലും ഇത് കൊണ്ടേ കൊടുക്കട്ടെ. ഷാനും വന്നിക്കണ തോന്നുന്നു ടേബിൾ മേൽ. ഞാൻ അത് കൊണ്ടേ കൊടുക്കട്ടെ കേട്ടാ. ഇതിനെന്താണാവും കേൾക്കൽ. ഇക്കുന്ന് രാവിലെ വയറ് നിറച്ച് കെട്ടി. ഇതിനെന്താണാവും. അല്ലോ, കാലൂരൊക്കെ ഭയങ്കര വേദന. ഏയ് ആഹാ, ഇന്നും ദോശ തന്നെയാണ് ഫാത്തിമ ഉണ്ടാക്കിയത്. അതാണെങ്കിൽ തൊള്ളയിലേക്ക് വെക്കാൻ പറ്റൂല. ഇതെങ്ങനെ എൻ്റെ കുട്ടി തിന്നല്? ദോശക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങോട്ട് തരും താത്ത. അല്ല, അടിപൊളി ദോശയാണ് താത്ത നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഉമ്മ വെറുതെ ഓരോന്ന് പറയാണ്. ഫാത്തിമത്ത, ദോശ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉമ്മ വെറുതെ ഓരോന്ന് പറയുന്നതാ. അതൊന്ന് കാര്യാക്കണ്ട. ഈ എന്തായാലും നല്ലോണം കഴിക്ക്. ഇനി ഉച്ചക്കല്ലേ വല്ലതും കഴിക്കുള്ളൂ. മോനെ മോനെ, എൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പം നല്ല നിലയിൽ പോവുകയല്ലേ. അനക്കാണെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കാനുള്ള പ്രായമായി. എൻ്റെ മനസ്സിലേ നല്ലൊരു കുട്ടിയുണ്ട്. ഉമ്മ പറയുന്ന ആരെ വേണേലും കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാവും ഉമ്മ. നിങ്ങളുടെ വാക്കാ എനിക്ക് വലുത്. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പെണ്ണായിരിക്കണം. ഇക്ക, ഇമ്മ, ഞാൻ നല്ലൊരു പെൺകുട്ടിനെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ഫ്രണ്ട് റിനുവിൻ്റെ അനിയത്തിയാണ്. ഓളെ നാത്തൂൻ്റെ അനിയത്തിയായിട്ടാണ് വരിക. ആ, റിനുവിൻ്റെ അനിയത്തിയും കൂടിയാണല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അവ്വ എന്നാണ് പേര്. നമുക്കേ ശാങ്കാക്കാക്കേ ആ കുട്ടിനെ ഒന്ന് നോക്കിയാലാ? അമ്മ, ശാങ്കാക്ക നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അഫ്സലില്ലേ, നല്ല ബിസിനസ്സുകാരൻ. അവൻ്റെ പെങ്ങളാണ്. ആഹാ, അഫ്സലിൻ്റെ കുടുംബത്തിലെ കുട്ടിയാണ്. അഫ്സലിൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നാട്ടിലെ നല്ലോണം പേര് കേട്ട കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിനൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോഴേ നമ്മൾ അന്തസ്സിന് ചേർന്ന കുട്ടിയാവും. എന്നാൽ ഷാനെ, ഞമ്മക്കേ ആ കുട്ടീനെ തന്നെ ആലോചിക്കല്ലേ റാണി പറഞ്ഞേ? അതെ അമ്മ. പിന്നെ നമ്മളെ ഫാത്തിമാത്താക്കും ആമിനാത്താക്കും ഒരു കൂട്ടാവും ചെയ്യല്ല. ആ, റാണി പറഞ്ഞ സ്ഥിതിക്ക് മോശമായില്ലോ ഉമ്മ. ഉമ്മക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. അത് നല്ല കാര്യം റാനിയെ. ആ കുടുംബത്തിലെ പെണ്ണാൻ വേണ്ടി നമ്മൾ ഷാനൊത്ത കുട്ടിയെ കരം. ശരി ഉമ്മ, ഞാൻ പോവാം. ആ, ഇന്ന് നമുക്കേ ഈ ആലോചന തന്നെ മുന്നോട്ട് പോവാം. ഫാത്തിമ, റാണിമോളെ, ഷാമോൻക്ക് ഇപ്പൊ നല്ലൊരു കുടുംബത്തിലെ ആലോചനയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആന്റി ആമിനാന്റി പോലെ ആവൂല. നിങ്ങൾ രണ്ടാളും ഇവിടെ കണ്ടറിഞ്ഞ് നിന്നാല് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾക്കും നന്ന്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇക്ക അത്രേ പറയാനുള്ളൂ. പാവാണ് താത്തമാര്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അർത്ഥമൊന്നും പറയൂല. ഇമ്മ പറഞ്ഞതും കേട്ട് നിൽക്കും. ഈ ഇമ്മാന്റെ സ്വഭാവം തന്നെയാണോ? ആമിയ, നമ്മളോട് ഉമ്മ ഇവിടെ കണ്ടറിഞ്ഞ് നിൽക്കാനാണ് പറയണത്. ഷാന് പെണ്ണെട്ടി കൊടുന്നുണ്ടെങ്കിലേ ഞമ്മക്കിനി ഇവിടെ ഇതിലും വലിയ കഷ്ടപ്പാടായിരിക്കൂലേ. ഇനി വന്നു കയറുന്ന പെൺകുട്ടി എങ്ങനെയെന്ന് ആരുണ്ട്? ഉമ്മാന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന പെണ്ണാണോ അതോ നമ്മളെപ്പോലെ പാവാണോന്നും
ഒന്നും അറിയില്ല. ഇങ്ങനെ നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കല് ഫാത്തിമാത്ത. നമ്മൾ കെട്ടിക്കൊടുന്നേ മുതൽക്കേ നമ്മൾ രണ്ടാളും കണ്ടറിഞ്ഞിട്ട് തന്നെയല്ലേ നിൽക്കണത്. നമ്മളെ ഇട്ടുകാണ്ട് എന്തോരം പറയുന്നുണ്ട്, നമ്മൾ മറുത്തൊന്നും പറയണില്ല. നമ്മളെ മുന്നിലിട്ടുകാണ്ട് നമ്മൾ മാപ്പിളാരെ എത്രത്തോളം അപമാനിക്കുന്നുണ്ട്, അതിനും നമ്മളൊന്നും പറയണില്ല. ഇനി എങ്ങനെ കണ്ടറിഞ്ഞ് നിൽക്കല നമ്മൾ ഈ പെരയിൽ? നമ്മളെ മാപ്പിളാർക്ക് ഷാനെ പോലെ നല്ല ജോലിയൊന്നും ഇല്ലാത്തതോ ചിലപ്പോൾ ആ പെൺകുട്ടി നമ്മളിടയിൽ വലിയ അഹങ്കാരി ഇക്കാരം. പിന്നെ പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വേറെ വീട് വെച്ച് പോവുകയും ചെയ്യും. അതോ ഇനി നമ്മളോട് ഉമ്മ ഇവിടുന്ന് ആദ്യം വീട് വെച്ചിങ്ങാണ്ട് വേറെ പോകാൻ പറയുമെന്നും പറയാൻ പറ്റൂല. ഇപ്പം തന്നെ ഉമ്മ ഷാനിനെ നിലത്തല്ല നെറുവിലല്ലാതെയാണ് കൊണ്ടടക്കുന്നത്. നമ്മളെ മാപ്പിളാരെ എപ്പോഴും തരം താത്തിയിട്ടുമ്മ സംസാരിക്കുള്ളൂ. അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ വേറെ അങ്ങോട്ട് പോവണം, അല്ലാതെ എന്താ ചെയ്യൽ? ഇമ്മാക്ക് കാലാകാലേ ക്ഷാമോ മതിയെന്നുണ്ടെങ്കിൽ ഇമ്മ അവനിട്ട് നടന്നോട്ടെ. നമുക്കേ വിചാരിക്കാം ഇമ്മ മറ്റുള്ള മക്കളെ ദത്തെടുത്താണ് എന്നുള്ളത്. എന്ത് ചെയ്യാനാ, നമ്മൾ വിധി ഇങ്ങനെ ആയിപ്പോയി. ശരിയാവേക്കാരം, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കാലം വരേക്കാരം. ഈ ഒരു പെൺകുട്ടി നീച്ചിയില്ലേ? അവ്വ അവ്വ എടി അവ്വ, ഇത് നീച്ചിയില്ലേ? എടി ഒന്ന് മേ നീക്ക്, താത്താനെ കൊണ്ടാകണ്ട അമ്മക്ക്. ഇപ്പൊ തന്നെ അളിയാനും ഓളെ അമ്മായിമ്മ വിളിക്കലോ നടത്തിയേക്കണ്. നിങ്ങൾ എപ്പോഴാ കൊടുന്നാക്കാന്ന് വെച്ചിട്ട് 2 ദിവസത്തിന് എന്റെ കുട്ടി ഇവിടെ നിക്കാൻ വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞമാർക്ക് പെൺകുട്ടി അവ്വ സ്വപ്നായിരുന്നോ? സ്വപ്നാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇത് വരണുമ്മ. എന്നാലും മാതിരി ഒരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതും ഞാൻ ഡാൻസ് ഒക്കെ കളിക്കണത്. അവ്വ അവ്വ, ഈ പെൺകുട്ടി നീച്ചിയില്ലേ? അവ്വ ഇനിയിപ്പോ ബാത്റൂമിൽ 1 മണിക്കൂർ വരെ നിക്കോള്. ഞാൻ എണീറ്റിക്കണുമ്മ. എന്തിനാ അമ്മ ഇന്നെ രാവിലെ തന്നെ വിളിച്ചുകാണ്ടേ എണീപ്പിച്ചത്? ഞാൻ നല്ല അടിപൊളി ഒരു സ്വപ്നം കണ്ടുവരുമായിരുന്നു. അപ്പോഴാണ് ഉമ്മാന്റെ ഒരു വിളി. എൻ്റെ ഒരു സ്വപ്നം. മനുഷ്യന് ഇവിടെ ബേജാറാണ് ഓരോ ദിവസം കഴിയും തോറും. ആദ്യതാത്താന്റെ പ്രസവവും. ഇമ്മ എന്തിനു ബേജാറടിക്കണ്? ഇവിടെ ഇപ്പൊ ബേജാറടിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും സംഭവിച്ചതല്ല എൻ്റെ കുട്ടിയെ. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ കല്യാണപ്രായമായി എനിക്ക്. ഇനി കല്യാണമൊക്കെ നോക്കണം എനിക്ക്. ആദ്യതാത്ത കല്യാണാലോചനയായിട്ട് വന്നേ ആ ചേച്ചിനോടൊന്ന് പറഞ്ഞു നോക്കണം. നല്ല എന്തെങ്കിലും കാര്യം കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരാന്. മൂത്താപ്പി അതന്നെയാണ് പറയണത്. ഇമ്മ ഇക്കിപ്പോ തന്നെ കല്യാണമൊന്നും വേണ്ട, പിന്നെ ഞാൻ കെട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ ഇവിടെ ഒറ്റക്കാവൂലേ,
അതുകൊണ്ടേ കല്യാണാലോചനായിട്ടേ ഇങ്ങോട്ട് വരണ്ട. പിന്നെ കല്യാണമാണ് പോലും കല്യാണം. എന്താണ് ഇമ്മി മോളും കൂടി ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല. നമ്മളമ്മേ ഇപ്പൊ തന്നെ എനിക്ക് കല്യാണാലോചനായിട്ട് വന്നിക്കാണ്. ഇമ്മാക്കുന്ന രാവിലെ തന്നെ ആ കാര്യത്തെ ആലോചിച്ചിട്ടാണ് ബേജാറ്. ഇമ്മ നിങ്ങളെ മരുമോ വിളിച്ചിന്ന്. ഇജ്ജ് ഇപ്പോഴും പെരേക്ക് പോയിട്ട് എന്നോട് വിളിച്ചുകാണ്ടേ വണ്ടി പറഞ്ഞയക്കാൻ പറയണോന്നൊക്കെ ചോദിച്ചിന്ന്. നിങ്ങളും മരുവന്റെ ഒരു കാര്യം, എല്ലാരും സ്വന്തം വീട്ടിലാണല്ലോ പ്രസവിച്ചെടുക്കല്. ഇന്റെ പ്രസവം കെട്ടിയോന്റെ കൂടെ. ഞമ്മളവക്കേ നല്ലൊരു കല്യാണാലോചന നോക്കി തുടങ്ങണം. കല്യാണം എന്ന് കേട്ടപ്പോത്തിനെ അന്റെ അഞ്ചത്തിന്റെ കയ്യും കാലും വറക്കലോർത്തിക്കണ്. പിന്നെ അന്റെ അമ്മായിമയും അന്റെ മാപ്പിളിയും വിളിക്കണതേ ഓർക്ക് വേറെ ഒരു പണിയില്ല. ഓരോ വർത്താനം ഓരോ കാട്ടിക്കൂടലും കണ്ട വിചാരിക്കേ അന്നെ ഞങ്ങൾ നോക്കണില്ലാന്ന് ഈ പറഞ്ഞ മാരിക്ക്. ഇതിലിപ്പോ പേടിക്കാൻ എന്തിരിക്കണവ്വ? അഫ്സലിക്കാനെ പോലെ തന്നെ അന്നെ സ്നേഹിക്കാൻ പറ്റണേ നല്ലൊരു ചെറുക്കനെ നമ്മൾ കണ്ടുപിടിക്കും ഇല്ലമ്മ. വലിയ കുടുംബമൊന്നും അല്ലെങ്കിലും ഒരു നമ്മളെ പോലെ സാധാ കുടുംബമായാലും മതി. നമ്മളവനെ പൊന്നു പോലെ നോക്കാൻ പറ്റണേ ഒരു ചെക്കനും പിന്നെ ഓളെ മകളെ പോലെ സ്നേഹിക്കാൻ പറ്റണ നല്ലൊരു ഉമ്മയും മതി. അത് മാത്രം മതി. നമുക്ക് വലിയ കുടുംബമോ വലിയ പണക്കാരോ അതൊന്നും വേണ്ട. ഉള്ളും കാലേ സന്തോഷത്തോടെ ജീവിതം ഉണ്ടായാൽ മതി. അല്ലാതെ പണത്തിലും പത്രാസിലൊന്നൊക്കെ എന്തിരിക്കണ്. നമ്മളവ പാവല്ലേ. അത് മോളെ ഇമ്മാക്കെ അത് മാത്രം ഒരു പ്രാർത്ഥന ഉള്ളൂ. എൻ്റെ താത്തേ ഇപ്പൊ അഫ്സലാളിയന്റെ കൂടെ എന്ത് സന്തോഷത്തിലാണ് ജീവിക്കണത്. അതേപോലെ തന്നെ ഇമ്മാന്റെ കുട്ടിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കിട്ടിയാൽ മതിയായിന്ന്. പത്രാസോ പണോ ഒന്നും വേണ്ട. നമുക്ക് നല്ല സന്തോഷത്തോടെ ജീവിച്ചാൽ മതി മരണം വരെ. ഇമ്മാക്ക് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും. ഇമ്മ വിഷമിക്കണ്ട ഉമ്മ, അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നെ പോലത്തെ നല്ലൊരു ജീവിതം തന്നെ ആവും നമ്മൾ അവക്കും കിട്ടല്.